എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു കിടിലൻ ചെസ് ഓപ്പണിംഗ് എന്ന് കണ്ടാലോ. ഡാനിഷ് ഗാംബിറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡാനിഷ് ഗാംബിറ്റ് വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ്. നിങ്ങൾക്ക് അഗ്രസീവായിട്ട് അറ്റാക്ക് ചെയ്ത് കളിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഓപ്പണിംഗ് നിങ്ങൾക്ക് പറ്റിയതായിരിക്കും. അപ്പോൾ ഈ ഓപ്പണിംഗിൽ നമ്മൾ 3 ഗെയിംസ് ആയിരിക്കും ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഡാനിഷ് ഗാംബിറ്റ് തുടങ്ങുന്നതെന്ന് നോക്കാം. ആദ്യം E4 E5 D4. ആദ്യം തന്നെ ഈ ഒരു പോണിനെ ചലഞ്ച് ചെയ്യാണ്. ബ്ലാക്ക് നോക്കുമ്പോൾ ഈ ഒരു പോണിനെ ഇവിടെ വെട്ടിയെടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോണിനെ വെട്ടിയെടുത്തു. ഇവിടെ വേണമെങ്കിൽ ക്യൂൻ വെച്ച് പോണിനെ വെട്ടിയെടുക്കാം. പക്ഷേ വൈറ്റ് കളിക്കുന്നത് C3. വീണ്ടും ഈ ഒരു പോണിനെ ചലഞ്ച് ചെയ്യണം. അപ്പോൾ ബ്ലാക്ക് നോക്കുമ്പോൾ ആദ്യം ഒരു പോണിനെ ഇവിടെ വെട്ടാൻ വെച്ച് വന്നു, വെട്ടി. ക്യൂൻ വെച്ച് വെട്ടിയില്ല. അപ്പോൾ നോക്കുമ്പോൾ വീണ്ടും ചലഞ്ച് ചെയ്യാണ്. ഒരു പോൺ ഇങ്ങോട്ടും കിട്ടുമല്ലേ എന്ന് വെച്ചുകൊണ്ട് ആ പോൺ വെച്ച് ഈ ഒരു പോണിനെ വെട്ടിയെടുത്തു. ഇവിടെ വേണമെങ്കിൽ നൈറ്റ് വെച്ച് വെട്ടാം, അല്ലെങ്കിൽ ഈ പോൺ വെച്ച് വെട്ടാം. പക്ഷേ വൈറ്റ് കളിക്കുന്നത് ബിഷപ്പ് C4. ഇതാണ് നമ്മുടെ ഡാനിഷ് ഗാംബിറ്റ്. അപ്പോൾ 2 പോൺ സാക്രിഫൈസ് ചെയ്തതിന് പുറകെ വീണ്ടും മൂന്നാമത്തെ പോണും കൂടെ സാക്രിഫൈസ് ചെയ്യണം. ആദ്യത്തെ ഗെയിമിൽ 3 പോൺസ് എടുക്കുകയാണ് ചെയ്യണത്. ഇനി ഈ 3 പോൺസ് എടുക്കാതെയുള്ള ഗെയിംസ് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇപ്പം എന്തായാലും തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ ഈ റൂക്കിനെയൊക്കെ വെട്ടിയെടുത്ത് ക്യൂനാവും. അതുകൊണ്ട് ബിഷപ്പ് ഇവിടെ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ബിഷപ്പ് ടേക്സ് B2. അപ്പോൾ 3 പോൺ കൊടുത്തു. അപ്പോൾ അതിനുശേഷമാണ് ഇങ്ങനെ ഒരു സ്ട്രക്ചർ കിട്ടിയത്. 2 ബിഷപ്പുകളും വളരെ ആക്റ്റീവാണ്. ഇപ്പോൾ വൈറ്റിൻ്റെ കോമ്പൻസേഷൻ ഒരുപാട് സ്പേസ് ഉണ്ട് ഇവിടെ. ഇതാണ് വൈറ്റിൻ്റെ കോമ്പൻസേഷൻ. ഗെയിം എങ്ങനെ മുന്നോട്ട് പോയി നോക്കാം. D6, നൈറ്റ് F3, നൈറ്റ് F6. വൈറ്റ് ക്യാൻസൽ ചെയ്യുന്നു. നൈറ്റ് D7 കളിക്കുന്നു. ഇവിടെ ബ്ലാക്ക് E5 കളിച്ച് ഈ ഒരു നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഒരു കിടിലൻ പോൺ സാക്രിഫൈസ് ആണിത്. അപ്പോൾ ഈ നൈറ്റും ഈ പോണും കൂടെയും ഇവിടെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു പോൺ സാക്രിഫൈസ് ആകുമ്പോൾ നൈറ്റ് വെച്ച് പോണിനെ വെട്ടിയെടുക്കുന്നു. അപ്പോൾ ഇതൊരു മിസ്റ്റേക്കാണ്. കാരണം ഇവിടെ ഇതിന് ശേഷം വെറുതെ നൈറ്റ് ടേക്സ് നൈറ്റ് കളിച്ചാൽ മതി. കാരണം ഇപ്പോൾ തിരിച്ച് നൈറ്റിനെ എടുക്കണമല്ലോ. നൈറ്റിനെ വെട്ടിയെടുത്തതിന് ശേഷം വൈറ്റിനൊരു കിടിലൻ മൂവ് ഉണ്ട്. നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുമോ? ഒരു കിടിലൻ ഡിഫ്ലക്ഷൻ മൂവ്. ബിഷപ്പ് ടേക്സ് F7 ചെക്ക്. ഐഡിയ ഇപ്പോൾ ഇവിടെ കിങ് വെച്ച് ബിഷപ്പിനെ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ ഈ ക്യൂവിന് ഇവിടെ വെറുതെ നഷ്ടമായി പോകും. അപ്പോൾ നേരെ വന്നിട്ട് ഈ ബിഷപ്പിനെ വെട്ടിയെടുക്കാൻ പറ്റില്ല. ബ്ലാക്ക് പ്ലെയർ കിങ് E7 കളിക്കുന്നു. പക്ഷെ ഈ ഒരു രീതിയിലും ഇവിടെ ഒരു കിടിലൻ ഫിനിഷ് ഉണ്ട്. എന്താണ്? ബിഷപ്പ് A3 ചെക്ക്. അപ്പോൾ ഇത് ഓൾറെഡി പണിയായി. അപ്പോൾ ഇതിനെ മറയ്ക്കാൻ വേണ്ടി ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? C5 ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ബിഷപ്പ് വെച്ചിട്ട് വെട്ടിയെടുക്കും. ഇപ്പോൾ C5 ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എന്താ കാര്യം? ബിഷപ്പ് ഇൻറ്റു C5 ചെക്ക്. വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു കിങ്ങും ക്യൂനും ഈ ഒരു കോർഡിനേഷൻ ഇവിടെ വിട്ട് കൊടുക്കേണ്ടി വരുന്നു. ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. കിങ് വെച്ച് ഈ ബിഷപ്പിനെ എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും ക്യൂൺ ടേക്സ് ക്വീൻ. അപ്പോൾ ഓൾറെഡി ഈ പൊസിഷൻ ഒട്ടും കളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബ്ലാക്ക് റിസൈൻ ചെയ്യാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഡാനിഷ് ഗാംബിറ്റ്? ഇതുവരെയുള്ള നിങ്ങളുടെ ഇംപ്രഷൻസ് എങ്ങനെയുണ്ട്? അപ്പോൾ ഇതാണ് ആദ്യത്തെ ഗെയിം. നമുക്കിനി വേറെ 2 ഗെയിംസ് കൂടെ നോക്കാം. അടുത്ത ഗെയിമിൽ ഇവിടെ വൈറ്റ് തുടങ്ങുന്നത് നേരത്തെ കാണുന്ന പോലെ E4 E5 D4. പോൺ വെച്ച് പോണിനെ വെട്ടുന്നു. C3. അടുത്ത പോണിനെ കൊടുക്കുന്നു. അടുത്ത പോണിനെ വെട്ടിയെടുക്കുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? ബിഷപ്പ് C4. ഈ ഗെയിമിൽ 3 പോൺസും ഇവിടെ ബ്ലാക്ക് അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ 3 പോൺസ് അക്സെപ്റ്റ് ചെയ്യുന്ന ബ്ലാക്ക് സൈഡിൽ നിന്ന് വളരെ ഡേഞ്ചറസ് ആണ്. കാരണം വൈറ്റിന് ഒരുപാട് സ്പേസ് കിട്ടുവാണ്. ബിഷപ്പ് B2. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ബിഷപ്പുകളും വളരെയധികം ആക്റ്റീവാണ്. ഇനി ക്യൂവിനും കൂടെ കളിയിലേക്ക് വരാം. നൈറ്റ് C3. ഒരുപാട് കിടലൻ ഐഡിയാസ് ഉണ്ട് ഇവിടെ വൈറ്റിന്. D6, നൈറ്റ് F3. ബിഷപ്പ് G4 കളിച്ച് ഈ നൈറ്റിനെ പിൻ ചെയ്യുന്നു. അപ്പോഴാണ് ദേ കിടക്കുന്നു ബിഷപ്പ് F7 ചെക്ക്. അപ്പോൾ ഇതൊക്കെ വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള മൂവ്സ് ആണ്. കാരണം തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ബിഷപ്പ് G4 ഒരു സാധാ മൂവായിട്ടേ തോന്നുള്ളൂ. നേരത്തെ കളിയിൽ നമ്മളൊരു ബിഷപ്പ് ടേക്സ് F7 ചെക്ക് കണ്ടു. ഇതാണ് ഈ ഒരു ഗാംബിറ്റിൻ്റെ പ്രത്യേകത. ഒരുപാട് സർപ്രൈസുകളുണ്ട്. ഇവിടെ ബിഷപ്പിൻ്റെ F7 ചെക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ബ്ലാക്ക് കിങ് വെച്ചെടുക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഫിനിഷ് ചെയ്യുക? വേറെ എന്തും കളിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ കിങ് E7 കളിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ബിഷപ്പ് തിരികെ പോകും. ആ ഒരു കിങ് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് വീക്കായി പോകും. ഗെയിമിൽ എന്തായാലും കിങ് ഇൻറ്റു F7 ആണ് കളിച്ചത്. അപ്പോൾ ഇനിയുള്ള മൂവാണ് നൈറ്റ് E5 ചെക്ക്. അപ്പോൾ ചെക്കാണ്. ഈ ഒരു ബിഷപ്പിലേക്കും അറ്റാക്ക് ചെയ്യണം. ആ ബിഷപ്പിലേക്ക് ക്യൂനും നൈറ്റും കൂടെ അറ്റാക്ക് ചെയ്യാണ്. അപ്പോൾ ചെക്കിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ വെറുതെ ആ ബിഷപ്പ് എന്തായാലും പോകും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യും? കിങ് E8 ആണ് കളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ നൈറ്റിനെ വെട്ടിയെടുക്കാതെ? നൈറ്റിനെ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ ക്യൂവിൻ്റെ പ്രൊട്ടക്ഷൻ പോയി. ഇവിടെ എന്തായാലും വൈറ്റ് ജയിക്കുന്നതായിരിക്കും. ഇത് പിന്നെ പ്രത്യേകിച്ച് കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് കളിക്കുന്നത്? കിങ് E8 പോകുന്നത്. ഇനി എന്ത് ചെയ്യുന്നു? വെറുതെ നൈറ്റ് വെച്ച് ബിഷപ്പിനെ വെട്ടിയെടുക്കുന്നു. നൈറ്റ് F6 കളിച്ച് നോക്കുന്നു. അപ്പോൾ ഇവിടെ വൈറ്റ് പ്ലെയർ കളിക്കുന്നു. നൈറ്റ് വെച്ച് നൈറ്റിനെ വെട്ടിയെടുക്കുന്നു. അപ്പോൾ ക്യൂൻ വെച്ച് വെട്ടാൻ പറ്റില്ലല്ലോ, കാരണം ബിഷപ്പ് ഇവിടെ ഉള്ളതുകൊണ്ട്.
പോൺ വെച്ച് വെട്ടിയെടുക്കുന്നു. ഇനിയാണ് ക്യൂൻ H5 ചെക്ക്. അപ്പോൾ ക്യൂൻ കളിയിലേക്ക് വന്നു. ഈ ഒരു ബിഷപ്പും വളരെയധികം ആക്റ്റീവാണ്. അപ്പോൾ കിങ് ഇവിടെ എങ്ങോട്ടേക്ക് കളിക്കും? ഗെയിമിൽ കിങ്ങിന് E7 കളിക്കുന്നത്. ഇതൊരു വലിയ മിസ്റ്റേക്കാണ്. ഇവിടെ വൈറ്റിന് ഈസിലി ജയിക്കാൻ പറ്റുന്ന ഒരു മൂവ് ഉണ്ട്. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു പസിലായിട്ട് ഇതിനൊന്ന് ചിന്തിച്ച് നോക്കാവുന്നതാണ്. ഒരു കിടിലൻ മൂവാണ്. ഒന്ന് കണ്ടു നോക്കിയാലോ. ബിഷപ്പ് ടേക്സ് ഇവിടെ F6 ചെക്ക്. അപ്പോൾ കിങ് മാറിക്കഴിഞ്ഞാൽ ആ ക്യൂനങ്ങ് നഷ്ടപ്പെടും. അപ്പോൾ വേറെ ഒരു രക്ഷയില്ല, ഈ ഒരു ബിഷപ്പിനെ വെട്ടിയെടുക്കുക. ഇവിടെയാണ് അല്ല കിടിലൻ മൂവ്, ക്യൂൻ വെച്ചിട്ടൊരു ചെക്ക്. ഇനി കിങ്ങിന് ഈ ഒരു ഫയലിൽ നിൽക്കാൻ പറ്റില്ല, ഈ ഒരു ഡയഗണലിൽ നിൽക്കാൻ പറ്റില്ല, മാറിയിരിക്കണം. ഈ പൊസിഷനിലും ക്യൂൻ നഷ്ടമായി. വൈറ്റ് ഇവിടെ കംപ്ലീറ്റ്ലി വിന്നിങ് ആണ്. അപ്പോൾ ഡാനിഷ് ഗാമ്പിൻ്റെ രണ്ടാമത്തെ കിടിലൻ ഗെയിമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ. ഇനി ഫൈനലി മൂന്നാമതൊരു ഗെയിം. ഈ ഗെയിമിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു നോക്കാം. ഇവിടെ നേരത്തെ കണ്ട പോലെ തന്നെ E4, E5, D4, പോൺ വെച്ചെടുക്കുന്നു, C3, പോൺ വെച്ച് തിരികെ എടുക്കുന്നു, ബിഷപ്പ് C4. അപ്പോൾ ഇത് ഡാനിഷ് ഗാമ്പിൻ്റെ തുടക്കം പോലെ തന്നെയാണ്. പക്ഷേ ഈ പോൺ വെച്ച് ഈ പോണിനെ എടുക്കുന്നില്ല. അതിനു പകരം ബ്ലാക്ക് പ്ലെയർ കളിക്കുന്നത് D6 ആണ്. അപ്പോൾ തൽക്കാലം ഈ പോണും കൂടെ എടുത്ത് 2 ബിഷപ്പുകളെ ആക്റ്റീവ് ആക്കാൻ അവിടെ ബ്ലാക്ക് ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ വൈറ്റ് റെസ്പോണ്ട് ചെയ്യുന്നത് നൈറ്റ് വെച്ച് എടുക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ആ പോണിനെ എടുക്കണോ വേണ്ടോ എന്നുള്ളത് ബ്ലാക്കിൻ്റെ ഇഷ്ടം. പക്ഷേ ഇവിടെ വൈറ്റിൻ്റെ പീസുകളെല്ലാം വളരെ ആക്റ്റീവാണ്. നൈറ്റും ബിഷപ്പും ക്യൂനും എല്ലാം കൂടെ ഒരുപാട് സ്പേസ് ഇവിടെ വരുന്നുണ്ട്. ഇത് തന്നെയാണ് ഡാനിഷ് ഗാമ്പിൻ്റെ ഗുണം. നൈറ്റ് C6, നൈറ്റ് F3, ബിഷപ്പ് G4. ഈ നൈറ്റിനെ പിൻ ചെയ്യുകയാണ്. അപ്പോഴാണ് വൈറ്റ് കളിക്കുന്നത് E5, ഒരു കിടിലൻ മൂവ്. അപ്പോൾ ബ്ലാക്കിനെ പ്രൊവോക്ക് ചെയ്യാണ് ഈ പോണിനെ എടുത്തിട്ട് ഈ ഒരു നൈറ്റിനെ ഈ ഒരു പിന്നെ ഉപയോഗിക്കാൻ വേണ്ടി. നൈറ്റ് വെച്ച് പോണിനെ എടുക്കണം. കാര്യം ശരിയാണ്, ഈ നൈറ്റ് പിന്നാണ്. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ നഷ്ടപ്പെടും. അപ്പോഴാണ് വൈറ്റ് എന്ത് ചെയ്യുന്നു? നൈറ്റ് വെച്ച് നൈറ്റിനെ എടുക്കുന്നു. കിടക്കുന്നു, ക്യൂനെടുത്തോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ വേറൊരു രക്ഷയില്ലല്ലോ. ഇവിടെ ക്യൂനെടുത്തില്ലെങ്കിൽ എന്താണ് കുഴപ്പം? ഇവിടെ തിരിച്ചു വന്നിട്ട് ഈ ഒരു ബിഷപ്പ് എന്തായാലും നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നൈറ്റിനെ എടുത്തു പോയി കഴിഞ്ഞാൽ ഈ ബിഷപ്പ് ഇവിടെ വീഴും. അപ്പോഴാണ് ചാടിക്കയറി ക്യൂനിനെ അങ്ങ് എടുത്തത്. ഇവിടെ ഒരു കില്ലർ ഫിനിഷിംഗ് ബ്ലോ ഉണ്ട്. ബിഷപ്പ് ടേക്സ് F7 ചെക്ക്. കിങ് താഴേക്ക് ഇറങ്ങുന്നു. ഇനി ഒറ്റ മൂവിൽ ചെക്ക് മേറ്റ് ഉണ്ട്. ഏതാണ് മേറ്റ്? നൈറ്റ് D5 ചെക്ക് മേറ്റ്. ഒരു കിടിലൻ ചെക്ക് മേറ്റ്. അപ്പോൾ ഡാനിഷ് ഗാമ്പിറ്റ് എങ്ങനെയുണ്ട് എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഡാനിഷ് ഗാമ്പിറ്റിൻ്റെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസും വേറെയും കുറേ ഇൻട്രസ്റ്റിംഗ് അഗ്രസീവ് ഓപ്പണിങ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ സീരീസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.